ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായിരിക്കാമെന്ന് വിചാരിക്കണു. ഇന്ന് 2 തരം റെസിപ്പിയാണ് ചെയ്യണത്, ഓണം റെസിപ്പി. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ഗ്ലാസ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ കുഴയ്ക്കൂലേ, പത്തിരിക്ക് കുഴക്കണ പോലെയല്ല, പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കണ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കണത്. അപ്പോൾ ഇടിയപ്പത്തിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ വെള്ളം കൂടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇതിലേക്ക് 2 കൈപ്പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിലർ ജീരകം ഉള്ളിയൊക്കെ ചതച്ചിടും, ഞങ്ങളത് ഇടാറില്ല കേട്ടോ. പിന്നെ ഇതൊരു ഓണം റെസിപ്പിയാണ്. ഓണത്തിൻ്റെ അന്ന് രാവിലെ കൊടുങ്ങല്ലൂർ ആ ഭാഗത്തൊക്കെ, തൃശ്ശൂരൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, കൊടുങ്ങല്ലൂർ ആ ഭാഗത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതായിരിക്കും കേട്ടോ. ഇതാണ് തൃശ്ശൂർ സ്റ്റൈൽ ഓട്ടട. ഇന്നൊരു വാഴയില എടുത്തിട്ട് അതിൽ റൗണ്ട് ഷേപ്പിൽ പരത്തണം കേട്ടോ. എല്ലാ ഭാഗവും ഒരേ കനായിരിക്കണം. പിന്നെ ഇതിലേ മീൻകറിയൊക്കെ വെക്കൂലേ, അതിനേലും വലിയൊരു കലത്തിലാണ് ഇത് ചുട്ടെടുക്കുക കേട്ടോ. ഈ ഭാഗത്ത് അതിനെ ഓട്ടുകല എന്നാണ് പറയുക. പിന്നെ ഇതില്ലേ ഓണത്തിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണമെന്ന് മാത്രമല്ല, നമ്മൾ ഓണം കൊള്ളുമല്ല ഓണത്തിന്, അപ്പോൾ നിവേദ്യം വെക്കൂലേ അവിടെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇതാണ് വയ്ക്കുക. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാടേക്ക് ഉപ്പിടാറില്ല. ഇനി വേറൊരു വാഴയില കൊണ്ട് മൂടി വയ്ക്കുക. അത് പ്രസ് ചെയ്യരുത് കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് തൊട്ടിട്ടുള്ളൂ. ഇനി ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി ചൂടാവുമ്പോൾ ഇത് അരിപ്പൊടി പരത്തിയില്ലേ ഇലയിൽ, അത് വെച്ച് കൊടുക്കുക. പിന്നെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ അത് മടങ്ങി ഒന്നിരിക്കരുത്, മടങ്ങിയിരുന്നാൽ അത് പൊട്ടൂട്ട്, ആട പൊട്ടും. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അടികരിയാണ്ട് ശ്രദ്ധിക്കണം. ഈ മറിച്ചിടുമ്പോൾ അട പൊട്ടാണ്ട് നോക്കണം. ഇത് ഫസ്റ്റത്തെ പ്രാവശ്യം മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അട വെന്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൻ്റെ മീതെ ഇല വെച്ച് കൊടുക്കുക.
ഇത് തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അത് കൂട്ടിയിട്ടുണ്ട് കഴിക്കുക. കറി കൂട്ടി കഴിക്കുക. എന്നാലും നല്ല കോമ്പിനേഷൻ തേങ്ങാപ്പാലാണ്. അടവിട ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇലയൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ഇനി ഒട്ടിപ്പിടിക്കില്ല. അട വെന്ത് തുടങ്ങിയ പിന്നെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇവിടെ അട റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ കരിയാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അട ഇട്ട് കൊടുക്കുക. ഇല വെച്ച് മൂടുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാട്ടോ. അടുത്തത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ഇതാ ഈ കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കളറുള്ള ബീറ്റ്റൂട്ട് തന്നെ വാങ്ങണം കേട്ടോ. അത് നോക്കി വാങ്ങണം. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട് എടുത്ത് തോല് കളഞ്ഞ് കഴുകി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കത് കഷ്ണങ്ങളാക്കാം. പിന്നെ ഇതിന് ഇത്ര വലിപ്പമൊന്നുമില്ല. വലിപ്പം കൂടിയാലും കുറച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് വെന്ത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യേണ്ടതാണ്. നമുക്ക് വെള്ളമൊഴിച്ച് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ബീറ്റ്റൂട്ടിൽ ഉപ്പുണ്ടല്ലോ കുറച്ച്. അപ്പോൾ നമ്മൾ അതിൽ കുറവ് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് കുക്കറിലായാലും വേവിക്കാം കേട്ടോ. എൻ്റെ കുക്കർ വലിയ കുക്കറായതുകൊണ്ടാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്കത് വെന്ത് കിട്ടിയാൽ മതി. ഇവിടെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് വേറെ പണിയുണ്ട് കുറച്ച്. ഒരു മിക്സിയുടെ ജാറെടുത്തു. ദാ ഈ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ്സിൽ ഞാൻ 3/4 ഗ്ലാസ് നാളികേരം എടുത്തപ്പോൾ ഈ ഗ്ലാസ് ഫുള്ള് തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ചാണ്. നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക, കൂട്ടണമെങ്കിൽ കൂട്ടുക. ഇതിൽ മുളക് പൊടി ഇടൂല കേട്ടോ. അപ്പം അതനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ബീറ്റ്റൂട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ക്രഷ് ചെയ്ത് അരയ്ക്കാതെ ക്രഷ് ചെയ്തെടുത്ത് വരാം കേട്ടോ. അപ്പോൾ അത് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതേ ഒരു പാൻ വെച്ചിട്ട് ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ എന്തോരം അരഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ നാളികേരം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം വേണ്ടെന്നല്ല, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അരയ്ക്കുക കേട്ടോ. അതാ ഇതുപോലെ എന്നുവെച്ചാൽ ഇത് ചാറുള്ള കറിയല്ലല്ലോ, വെള്ളമില്ല ഇതിൽ. നമ്മൾ വെള്ളമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇലയിൽനിന്ന് ഒഴുകിപ്പോകും. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ തൈരില്ലേ കട്ട ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. കൂടുതൽ മിക്സിയിലടിക്കരുത്. കൂടുതലടിച്ചാൽ അത് മോരാവും. അപ്പോൾ പിന്നെ കറി വെള്ളമായിരിക്കും.
കട്ടിണ്ടാവില്ല കറിക്ക്. പിന്നെ തൈര് എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് എടുക്കാൻ ശ്രമിക്കുക. തൈര് ഒഴിച്ചെടുക്കാൻ പോണ്. തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കണ്ട കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കളറുള്ള ബീറ്റ്റൂട്ട് നോക്കിയെടുക്കുക. ഉപ്പൊക്കെ നോക്കണം കേട്ടോ, പാകണമെന്ന്. പിന്നെ ഇതൊരു ഓണം റെസിപ്പിയാണെന്ന് അറിയാലോ. അപ്പോൾ ഓണത്തിന് ഇതുവരെ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ഓണത്തിനൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ്. പിന്നെ ഓണത്തിന് തലേദിവസം ചെയ്യാൻ പറ്റാവുന്ന പണികളൊക്കെ നമ്മൾ തലേദിവസം തന്നെ ചെയ്ത് വയ്ക്കണം കേട്ടോ. നാളികേരം, പിറ്റേ ദിവസത്തേക്കുള്ള നാളികേരം എല്ലാതും ശരിക്കും ഫ്രിഡ്ജിൽ വയ്ക്കുക. പിന്നെ കഷ്ണങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നന്നാക്കി വയ്ക്കുക. പിന്നെ കഷ്ണങ്ങൾ പരമാവധി അരിയാൻ പറ്റണതൊക്കെ നമ്മൾ അരിഞ്ഞ് വയ്ക്കുക. പിറ്റേ ദിവസം അധികം പണി ഉണ്ടാവരുത്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവരുത് പിറ്റേ ദിവസം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാ. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഒരു മധുരമുള്ള കറിയല്ല കേട്ടോ. പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വറവിടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണി ഇവിടെ കഴിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാ ചട്ടി വെച്ച് കൊടുത്തു. പിന്നെ ഇതൊക്കെ നാടൻ റെസിപ്പീസ് അല്ലേ, ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഓയിൽ ഒഴിക്കരുത്. ഇനി കടുകും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കേട്ടോ വറവിടാൻ എടുക്കണത്. ഉള്ളി ഒന്നും എടുക്കണ്ട കേട്ടോ വറവിടാൻ. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഓണത്തിന്. ഇനി കടുക് പൊട്ടിയാൽ കറിവേപ്പിലയും ഉണക്കമുളകും ഇടാട്ടാ. പിന്നെ അച്ചാറുകൾ കുറേ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടാ. മാങ്ങച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, 2 തരം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇടാത്തത്. ഇനി നേരം ഉണ്ടെങ്കിൽ മറ്റേ വലിയ നാരങ്ങയില്ലേ, കറി നാരങ്ങ, അതുകൊണ്ട് ഇടാട്ടാ. ഞാൻ നോക്കട്ടെ, ഇടാൻ പറ്റിയെങ്കിൽ ഇടും. ഇനി വറവിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായി വീണ്ടും വരാം. ഓക്കെ. നാടൻ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.